അവിടെ കടലിലൊക്കെ ഞങ്ങൾ കടലിനകത്ത് കിടന്ന് റിക്കോ എല്ലാവരും ഷൂട്ട് ചെയ്യുന്നതും എന്തോ അത് പക്ഷെ ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുന്നു, പക്ഷെ അപ്പൊ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് എന്തോ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ബന്ധമില്ലാത്ത വിഷ്വൽസ് ഒക്കെ ആ സമയത്ത് വരുന്നുണ്ടായിരുന്നു. കനി നമ്മൾ അങ്ങോട്ട് ഇടും, ഹായ് കൊള്ളാലോ, ഓ പായല്ലേ, അല്ലെങ്കിൽ നിക്കിത്ത അറുത്തു, അങ്ങനെ എല്ലാരെയും നമ്മളെ ക്രൂലുള്ള എല്ലാരും വേറെ നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണുകയാണല്ലോ. ഷൂട്ടിന്റെ സമയത്തുള്ളത് ഭയങ്കര എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ്. ഓൾറെഡി നമുക്ക് എല്ലാ ഷൂട്ടിന്റെ ഇടയ്ക്കും അമ്പലൊക്കെ പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കുന്ന ആ ഒരു ഇതുണ്ട്, എല്ലാവരും തമ്മിൽ ആ ഒരു റാപ്പും ഉണ്ട്. അപ്പൊ നമ്മൾക്കും അതങ്ങ് വരും. ഇത്രയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള, ഒരുമിച്ച് എല്ലാം ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് റെഡ് കാർപ്പറ്റ് ആണോ അതിനി ഹോട്ടലാണോ എന്നൊന്നും നോക്കാറില്ല, നമുക്കത് തന്നെ അങ്ങനെ അങ്ങ് ഓട്ടോമാറ്റിക്കലി വന്നതാണ് ആ ഡാൻസ്. ഫ്രഞ്ച് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള അവർക്കും വളരെ ക്ലിയർ ആയിട്ട് പാലസ്തീൻ ഐക്യദാർഢ്യം ഉണ്ടായിരുന്നു. അപ്പം പ്രീമിയറിന് മുമ്പ് അവരും നമ്മളെന്തെങ്കിലും ചെയ്യണമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റിക്കർ തന്നിരുന്നു, വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് റെഡ് കാർപ്പറ്റ് നടക്കുമ്പോൾ. ഞാൻ പിന്നെ അതിന് മുമ്പേ ഇത് ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചുകൊണ്ട് അപ്പം കൂടെ നിക്കിത എന്ന് പറയുന്ന കുട്ടി അത് അവരുടെ ഫോണിലൊക്കെ പക്ഷെ അവര് സിനിമ നടിയൊന്നും അല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അതിന് ആ ഒരു ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. Where is women in Malayalam cinema? And the reply is they are at Cannes making history. പഞ്ചായിരുന്നു. Two Malayalis meet, they will always speak in Malayalam and no one else will, other people maybe immediately will not understand. Maybe there'll be other Malayalis also, but like the idea is that they will speak together. Welcome. Today we have a special group with us, Kani Kusruti, Payal Kapadia and Divya Prabha. We are so thrilled and proud to host you here. Thank you for creating a path for thousands of women to go to international platforms and talk about films. And we are so excited to talk to you about Prabhaya Ninachadella. Welcome to Media One. Thank you. Thank you. May 25th of 2024 was very special to you, the movie and the whole nation. On that occasion, on that night you were talking about the movie, the first thing you did was inviting your actors and validating their presence and the contributions they have made. So how important was this team and the womanhood there? I feel like really privileged to have worked with them. Honestly, like they were not actors coming to do the job, but they became like our family and we were very close by the end of it. And I think that shows also how close we became, because they are collaborators in the movie. They collaborated with the kind of performance, how to do that performance, dialogue. As you know, I don't speak Malayalam, so they really took it upon themselves to make the film in a way that we all were contributing to it. So it was a very, I felt like, how can I go on the stage without them? Okay. And I wanted to actually take everybody, because in the audience our whole crew was there, and every crew member has contributed 150% in this movie. So I felt like I wish I could take everyone, but I took them three, and anyway that made the organizers, they were not happy. I don't care. Yeah, it's very unusual for them, right? We like protocol എല്ലാം തെറ്റിച്ചു. In every sense, like you were dancing there, like forget everything, we were just dancing there. അങ്ങനെ like അതിന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. How was your feeling moving on that red carpet? മലയാളത്തിൽ എനിക്ക് നാടകം കളിക്കുന്ന ആളുണ്ടായിരിക്കും. ഞങ്ങൾ ഇത് റെഡ് കാർപ്പറ്റിന്റെ തലേ ദിവസം ആ റോഡിൽ കൂടെ നടന്നപ്പോൾ ഇങ്ങനെ ഇവിടെ നാളെ ഇങ്ങനെ നമ്മൾ അന്നത്തെ സിനിമയുടെ ആൾക്കാരപ്പോൾ റെഡ് കാർപ്പറ്റിൽ പോവാന്ന് കാണാം. അപ്പൊ ഞാനിങ്ങനെ ഇതൊരു ലൈവ് പെർഫോമൻസ് പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റാമ്പിലൊക്കെ വാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു. കുറെ ആളുകൾ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മളില്ല, എല്ലാവരും നമ്മളെ നോക്കി നിൽക്കുന്ന പോലത്തെ ഒരു ഇതുണ്ട് അതില്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് എന്തോ ലൈറ്റായിട്ട് തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഞാൻ നെർവസ് അല്ല, ഞാൻ ആർട്ടിഫിഷ്യൽ ആകാൻ സാധ്യത ഉണ്ട് എന്നെനിക്ക് തോന്നുന്നത് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തോന്നാറുണ്ട്. പക്ഷെ ഇതിങ്ങനെ നമ്മളായിട്ട് ഇങ്ങനെ നമ്മൾ നടക്കുന്നു, അത് ഞാൻ ഇങ്ങനെ ലുക്കിംഗ് ഫോർവേഡ് ആയിരുന്നു കുറച്ച്, ഇങ്ങനെ നടക്കാൻ പോലെ അങ്ങനെയായിരുന്നു എനിക്ക്. ചിലപ്പോൾ ലൈവ് ചെയ്യുന്നത് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം.
അങ്ങനെ ആയിരുന്നു. പിന്നെ ആ ദിവസം ഈ പറഞ്ഞ പോലെ ഡാൻസ് ഒക്കെ സംഭവിച്ചതാണ്. Literally crying on stage, right? അത് closing ceremony. ക്ലോസിംഗ് സെറമണി സമയത്ത് ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു. പിന്നെ എല്ലാവരും അവിടെ പ്രഭാതി, നമ്മുടെ അസിസ്റ്റന്റ് ക്യാമറ പ്രഭാതി, കുറെ എല്ലാരും ഇല്ല, നമ്മുടെ സിനിമയ്ക്ക് പറ്റിയ വരാൻ പറ്റിയ കുറച്ച് പേരുണ്ടായിരുന്നു. അവരെ കാണാം നമുക്ക് അങ്ങോട്ടൊക്കെ. എനിക്ക് അതും പിന്നെ പായൽ സംസാരിക്കുന്നത്, അപ്പൊ പെട്ടെന്ന് എന്തോ എനിക്ക് ഈ സെക്കൻഡ് സ്കെഡ്യൂളിന് ഞങ്ങൾ പോയ രത്നഗിരി ഭയങ്കര ഓർമ്മയാണ്. അവിടെ കടലിലൊക്കെ ഞങ്ങൾ കടലിനകത്ത് കിടന്ന് റിക്കും എല്ലാരും ഷൂട്ട് ചെയ്യുന്നതും എന്തോ അത്. പക്ഷെ ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുന്നു, പക്ഷെ അപ്പൊ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് എന്തോ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ബന്ധമില്ലാത്ത വിഷ്വൽസ് ഒക്കെ ആ സമയത്ത് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പായൽ ഇത് കുറെ നാൾക്കുമ്പോ എഴുതിയതാണ്. പിന്നെ പായലിന്റെ ഡോക്യുമെന്ററി വന്നപ്പോഴും പലതും പഠിക്കണ സമയത്ത് എനിക്കറിയാം പായലിന് ഉള്ള പായലിൻ്റെ ഒരു യാത്രയിലുള്ള പായലിൻ്റെ തരമുള്ള സ്ട്രഗിള്. പിന്നെ നമുക്കറിയാവുന്ന കുറേ ഇപ്പം ഇവിടെ കുഞ്ഞിലാന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ സംവിധായകയുണ്ട്, അല്ലെങ്കിൽ ഇന്ദു ഉണ്ട്, പിന്നെ റദീന, അങ്ങനെ പിന്നെ വേറൊരു ഇന്ദു, 2 ഇന്ദുകളുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് സ്ത്രീ ഡയറക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എഴുതുന്ന കുറേ സ്ത്രീകളെ എനിക്കറിയാം, അവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ അറിയാം. അവർക്കൊന്നും പ്രൊഡ്യൂസർ പലപ്പോഴും കിട്ടാറില്ല. പിന്നെ ഒരു സിനിമ എങ്ങനെയോ പലപ്പോഴും എടുക്കാൻ പറ്റിയതാണ്. പക്ഷെ എനിക്ക് തോന്നി പായലിനകത്ത് കിട്ടുമ്പോൾ തോന്നി ഇങ്ങനെ അവരെയൊക്കെ ഓർമ്മ വന്നു, കുറേ പേരെ അങ്ങനെ കണ്ടിട്ടുള്ളവരെയും കഷ്ടപ്പെട്ട എത്രയും പാഷനോടുകൂടി സിനിമ ആഗ്രഹിച്ച് എഴുതുന്നവരെയൊക്കെ ഓർമ്മ വരികയും ഓ ചിലപ്പോൾ ഇനി അവർക്കൊക്കെ ചിലപ്പോൾ ഇത് കാരണം കുറേ നടക്കുമായിരിക്കും, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഓർമ്മ ആ സമയത്ത് വന്നു. എനിക്ക് അതെല്ലാം കൂടെ വന്നിട്ടാണ് അങ്ങനെ വന്നത്. In an interview you gave at Cannes, you were mentioning that you were privileged to have this. Actually, it is a privilege. Just like how Kani has said it, many women are not allowed to watch movies in India. Such kind of situation is there. At that place, you are bringing your movie to an international platform. So, of course, that is a privilege. How do you see that privilege? Yeah, absolutely. In around the world also, there are so many places where people are not. Movies is like a faraway thing. This basic living life is such a challenge. So making movies, I think, is a very privileged profession. And in India also, like for women especially, it's not a profession that is very common. Now it is little bit more and more opening up. But it's still a very long way to go. And it's not just about directing, it's about camera work. How many women do we see doing cinematography, doing sound recording, all these different stages of filmmaking? We have such few women in this field, so I think it's still a long way to go, and the fact that we can do it is our privilege, I feel. And that's why it's important that we tell the stories that we do with some honesty. At least that's the hope. How was your experience in that red carpet? നമ്മൾ എന്താ പറയുക, റെഡി ആയിട്ട് ഹോട്ടലിൻ്റെ ലോബിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പം ഇങ്ങനെ നോക്കുവാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഞാനത് പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, അവിടെ തൊട്ട് തുടങ്ങണമെന്ന് തോന്നുന്നു റെഡ് കാർപ്പറ്റിന്റെ മൊമെന്റ്. എന്ന് വെച്ചാൽ കനി നമ്മൾ അങ്ങോട്ട് ഇടും, ഹായ് കൊള്ളാലോ, ഓ പായല്ലേ, അല്ലെങ്കിൽ നിക്കിത്ത അറുത്തു, അങ്ങനെ എല്ലാരെയും നമ്മളെ ക്രൂലുള്ള എല്ലാരും വേറെ നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണുകയാണല്ലോ. ഇത് ഷൂട്ടിന്റെ സമയത്തുള്ള ഭയങ്കര എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര വേറെ ഒരു നല്ല രസമുണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ സെപ്പറേറ്റ് ഭയങ്കര രസമുള്ള കാറായിരുന്നു അല്ലേ, എന്താ ഭയങ്കര ലൈറ്റ് ഒക്കെ ഉള്ള ഒരു തരം. അതെ അതെ. അപ്പം ആ പലതരം പല കാറുകളിലായിട്ടാണ് പോകുന്നത്. ഞാനും ഛായാജിയും കനിയും ഒരു കാറില്, പിന്നെ അങ്ങനെ മുമ്പിൽ വേറെ 2-3-4-5 കാറുകളൊക്കെ. അപ്പൊ ഇങ്ങനെ വേറെ എന്തോ സംഭവമായിട്ടാണ് ഇരിക്കുന്നത്, എന്താ സംഭവിക്കുന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ലല്ലോ, എന്തായാലും ഫസ്റ്റ് ടൈമാണ്. ഇപ്പം ഞാൻ ലൊക്കാർണോയിലൊക്കെ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്നത് വേറെ ഡിഫറെന്റ് ആണ്, ഇത് വേറെ തന്നെ ഒരു സ്പേസ് ആണ്. അപ്പം ഡാൻസ് ഒന്നും ഇപ്പൊ എല്ലാരും ചോദിക്കും, ഡാൻസ് ഒട്ടും പ്ലാൻഡ് അല്ല, ഒട്ടുമല്ല. നമ്മൾ അവിടെ ചെല്ലുന്നു, പിന്നെ ഓൾറെഡി ഒരു സോങ് ഫിലിം മേക്കേഴ്സിന് സജസ്റ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി എൻ്റെ ക്യാരക്ടറും ഛായാജിയുടെ ക്യാരക്ടറും ഡാൻസ് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഹിന്ദി എന്നുള്ളൊരു സോങ് പായൽ സജസ്റ്റ് ചെയ്തു. അപ്പൊ അവര് പിന്നെ ഒരു ലോങ് പ്ലേലിസ്റ്റ് അങ്ങ് ഇട്ടു, ഹിന്ദി പാട്ടിലങ്ങ് ഇട്ടു. അപ്പം പിന്നെ അതിനൊരു ടൈമിംഗ് ഉണ്ട് നമ്മൾ റെഡ് കാർപ്പറ്റിൽ നടക്കുന്നതിന് മുമ്പ്. അപ്പൊ ആ ഒരു ടൈമൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ നിങ്ങളിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് പാട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങുന്നത്.
ഓൾറെഡി നമുക്ക് എല്ലാം ഷൂട്ടിന്റെ ഇടയ്ക്കും അമ്പലൊക്കെ പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കുന്ന ആ ഒരു ഇതുണ്ട്, എല്ലാവരും തമ്മിൽ ആ ഒരു റാപ്പും ഉണ്ട്. അപ്പൊ നമ്മൾക്കും അതങ്ങ് വരും. ഇത്രയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള, ഒരുമിച്ച് എല്ലാം ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് റെഡ് കാർപ്പറ്റ് ആണോ അതിനി ഹോട്ടലാണോ എന്നൊന്നും നോക്കാറില്ല. നമുക്കത് തന്നെ അങ്ങനെ അങ്ങ് ഓട്ടോമാറ്റിക്കലി വന്നതാണ് ആ ഡാൻസ്. പിന്നെ നമ്മൾ അങ്ങനെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഈസി ആയിട്ട് അത് ഇങ്ങനെ ക്യാരി ചെയ്തെന്ന് തോന്നുന്നു. Actually, the song that we had in our movie, which is this Hindi song that is there, which was played at the end of the red carpet. Yeah. The lyrics are actually, where the hell have we landed up and what are we doing here? So we felt that was very correct also. Chayaji suggested that song for the movie, for the film. Because the character in the film is also feeling, when she is when that song is played, her state of mind is also that. So we felt that even for this it made sense to have this song at the end. പിന്നെയാണ് റിയലൈസ് ചെയ്ത് അങ്ങനെയൊന്നും ഡാൻസ് കളിച്ചിട്ടൊന്നും ഇല്ല റെഡ് കാർപ്പറ്റിൽ ക്യാൻസൽ ആരും. പിന്നെ നമ്മള് പോയി ഫോട്ടോഗ്രാഫേഴ്സും ഡാൻസ് കളിച്ചു, ശ്രദ്ധിച്ചോന്നറിയില്ല. അതിനനുസരിച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഓൾസോ ഡാൻസ്. I think everybody was shocked but enjoyed very much. എനിക്ക് ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് മൂവി ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കരയുന്നു എല്ലാവർക്കും. ഞാൻ അപ്പോഴാ കാണുന്നത്. നമുക്ക് ചെറിയ ഡബ് ഉണ്ടായിരുന്നു, അപ്പൊ കുറച്ച് സീൻസ് കണ്ടു ഡ്യൂറിങ് ഡബിങ്. They hadn't watched the whole thing. പക്ഷെ അപ്പോഴും എന്റെ മനസ്സിൽ കൂടെ ഫുള്ള് വേറെന്തോ പാരലലി ഞാൻ ചിന്തിക്കുന്ന വർക്ക്ഷോപ്പും അതും ഇതും എനിക്ക് കംപ്ലീറ്റ്ലി കാണാൻ പറ്റിയിട്ടില്ല ശരിക്കും. ഒരു പേഴ്സണൽ വാച്ച് നടന്നിട്ടില്ല ശരിക്കും. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു എല്ലാ രീതിയിലും. നിങ്ങൾ അവിടെ അവാർഡ് വാങ്ങിക്കുന്ന സമയത്തും ഇവിടെ സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു ഒരു പോയിന്റ് എന്ന് പറയുന്നത്, there was a post in social media saying like, where is women in Malayalam cinema? And the reply is they are at Cannes making history. ഭയങ്കര പഞ്ചായിരുന്നു. ഭയങ്കര പഞ്ചുകളായിരുന്നു. ആ സമയത്ത് മലയാള സിനിമയില് സ്ത്രീ കഥാപാത്രങ്ങൾ ഇത്രയും വരുന്നില്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു. ആ സമയത്താണ് യു ആർ മേക്കിംഗ് ഹിസ്റ്ററി. അത് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. വേറെ അതൊന്നും നമ്മൾ അവിടെ ആയിരുന്നോണ്ട് അത് ആവശ്യമില്ല. നമ്മൾ കുറച്ച് ലേറ്റ് അല്ല അറിഞ്ഞത്. പിന്നെ അത് എനിക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് ഇപ്പോഴും എനിക്ക് അത്ര അറിയില്ല. അത് എനിക്കൊന്നും അതിന് രണ്ട് ഉണ്ട് വാലിഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പായൽ മലയാളം സിനിമ സംവിധായിക അല്ല, പായൽ ഗുജറാത്തിൽ നിന്നുള്ള ആളാണ്, ബോംബെയിലാണ് ജീവിക്കണ ആണ്. പായലാണ് നമ്മളെ വിളിച്ചത്. അങ്ങനെ ആ ഒരു കഥ മലയാളി ആയതുകൊണ്ട് നമ്മൾ അതിൽ അഭിനയിക്കുന്നു. എന്നുവെച്ചാൽ അതൊരു ചില സമയത്ത് മലയാള സിനിമയിൽ വളരെ രസമുള്ള കുറേ സ്ത്രീ കഥാപാത്രങ്ങൾ വന്നു പോയിട്ടൊക്കെ ഉണ്ട്. ചില സമയത്ത് പിന്നെ അത് ഉണ്ടാവില്ല, പിന്നെ ഉണ്ട്. പക്ഷെ എനിക്കൊന്നു ഒരു പ്രീഡോമിനന്റ് ആയിട്ട് ആണുങ്ങളുടെ കഥകളൊക്കെ ഉള്ളതുകൊണ്ട് ആണുങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും നല്ലത് കിട്ടിയിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ആണും പെണ്ണും അല്ല, നമ്മൾ ഒരുപാട് ജെൻഡേഴ്സ് ആണെന്നെല്ലാം പഠിച്ചു വരുന്ന സമയം, ആളുകൾ അതൊക്കെ മനസ്സിലാക്കുന്ന സമയമാണിത്. അപ്പം അങ്ങനെ ആണ് പെണ്ണെന്ന് മാത്രം ഒന്നിൽ ചുരുക്കി രണ്ടെണ്ണത്തിൽ നിർത്തേണ്ട കാര്യവുമില്ല. നമ്മൾ പലതരത്തിലുള്ള മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങൾ എഴുതപ്പെടാൻ പറ്റട്ടെ, എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ഒക്കെ അതിൽ വരട്ടെ. അങ്ങനെ ആ ഒരു വൈവിധ്യതയുള്ള കഥാപാത്രങ്ങൾ എഴുതാൻ പറ്റട്ടെ. അത് പലതരത്തിലുള്ള ആക്ടേഴ്സ് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഒരേ തരത്തിലുള്ള ആക്ടേഴ്സ് അല്ലാത്തവരോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഐഡിയൽ സ്ഥലത്തേക്ക് പോകാൻ പറ്റട്ടെ. അങ്ങനത്തെ ആഗ്രഹങ്ങളാണുള്ളത്. അല്ലാണ്ട് ഇപ്പം വന്ന ചില സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് രസമുള്ളത് ചിലപ്പോൾ മലയാളത്തിൽ ഉണ്ടായിരുന്നു കാണില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ചോദ്യം വന്നത്. മലയാളി ആക്ടേഴ്സ് പാട്ടായതുകൊണ്ട് ഉറപ്പായിട്ടും ആ രീതിയിൽ മേജർ ക്യാരക്ടേഴ്സ് തന്നെ വരുന്നത്. ആക്ച്വലി വാട്ട് ഐ വാസ് സേയിങ് ഇസ് you are taking two Malayali characters in your movie as lead characters. Like even Prabha and Anu are from Kerala. They are migrated to Mumbai. Why did you pick these people? Like even Parvati Mai is from some other place. She's from Ratnagiri. She is also migrant laborer. So why these three women in the movie? When I was thinking about the movie, very initially I had started writing based on a hospital story. So at that time I had met a lot of Malayali nurses. They don't have breaks and all, but I was very annoying person and I would catch to talk to many of them. And the initial stories I had got
to make this movie were all from conversations that I had with nurses, and they happen to be Malayali. And mostly in hospitals in Mumbai, you will see that the large amount of Malayali nurses. And I wanted to make a film about nurses because nursing is one profession where people come from different places to work in a different place. I mean, otherwise for women, you will usually work in your own state more or less. How much will you know? We don't travel that much, but nursing and some other professions give that opportunity. And I also wanted to have in the film people who are not at all like language is something that I wanted to explore in the movie. So like for a lot of characters, for one of the characters in the film who is Malayali also, language becomes a reason to feel very distant over there. And I think language can create a feeling of some kind of alienation also in a space. But language can also be unifying because if two Malayalis meet, they will always speak in Malayalam and no one else will, other people maybe immediately will not understand. Maybe there'll be other Malayalis also, but like the idea is that they will speak together. So all these things I feel are very, very Mumbai. Okay. And there is no homogeneity in Mumbai. It is all about different cultures, all about different languages. And that's what I love about it. And that's what I wanted to have in the film. Yeah, the movie starts with such kind of an idea that Yeah. some migrant laborers talking about how he ended up in the city and how that never becomes a home for that person. Like many of us have that feeling, like we'll come to a place because of a reason, but we'll never get connected to that. Yeah. So that is highly, like throughout the movie, that is highlighted. Even when Parvati Mai is going for that strike, the party meeting, Yeah. and even when she's talking about her place, why she don't want to move with her son, like in every context you are talking about the migrant politics there. So how important is that to talk about migrant politics in this situation, do you think? In a city like Mumbai, I think it is a city of migrants. It is a city that didn't exist before. It was a swamp. It was the British East India Company that made the city as a port, and it was for people to come there and work. So I feel one of the strongest identities of the city is the people from not from that area, but from Maharashtra, also from outside Maharashtra, who have come and built the city. So I wanted that characteristic of the city to be strongly highlighted and a kind of a homage to that. The movie name is All We Imagine As Light. പക്ഷെ അത് മലയാളത്തിലേക്ക് വരുമ്പോൾ പ്രഭയായി നനച്ചതെല്ലാം എന്നാണ് പറയുന്നത്. അവിടെ പ്രഭയുടെ ഇമാജിനേഷൻസ് ആണ്. പ്രഭ എങ്ങനെയാണ് ഈ ഓരോ കോണ്ടെക്സ്റ്റിനെ കാണുന്നത് എന്നുള്ള രീതിയിലാണ് ചിത്രം പോകുന്നത്. ആ പ്രഭയുടെ ലൈക്ക് ത്രൂ ഔട്ട് ഒരു ആർക്ക് പിടിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഒരിക്കലും നമുക്ക് കനിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് പ്രഭ എന്ന് തോന്നിയിട്ടുണ്ട്. ലൈക്ക് അവരവരുടെ സെക്ഷുവാലിറ്റീനെ എക്സ്പ്ലോർ ചെയ്യുന്നതാവട്ടെ, അവരുടെ പേഴ്സണൽ ലൈഫിനെ ഡീൽ ചെയ്യുന്നതാവട്ടെ, അവരുടെ മൊറാലിറ്റീനെ അപ്രോച്ച് ചെയ്യുന്നതാവട്ടെ, I personally felt it is very much disconnected from Kani Kusruti as a person. So how is that like ആ ഒരു മാറ്റമില്ലേ, ട്രാൻസ്ഫോർമേഷൻ ഇല്ലേ, അതെങ്ങനെയാണ് നടന്നത്? ഒന്ന് ഈ സിനിമയുടെ പേര് അതൊരു ആ രണ്ടർത്ഥം ഓൾവി ഇമാജിനസ് ലൈറ്റ് തന്നെയാണ് സിനിമയുടെ പേരെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണേ. പിന്നെ പായലത് മലയാളത്തിലോട്ട് ആക്കുമ്പോൾ രണ്ടർത്ഥം വരുമ്പോഴും ഒരു രസമുണ്ടല്ലോ. അതായത് എല്ലാം നമ്മൾ വെളിച്ചമായിട്ട് നനച്ചതെല്ലാം ഒന്നും ആലോചിക്കാന്ന് തന്നെയാണ്. പിന്നെ ഈ കഥാപാത്രത്തിന്റെ പേര് ഇടുമ്പോൾ പായലിന് പ്രഭ എന്നുള്ള പേരിടുമ്പോൾ പായൽ ഇങ്ങനെ ലൈറ്റ് എന്നുള്ളത് വന്നാൽ അതിനൊരു രസമുണ്ടെന്ന് എഴുതുമ്പോൾ ആലോചിച്ചിരുന്നു. എങ്കിലും പിന്നെ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ റോബിനാണ് സഹായിച്ചത്. അപ്പോൾ റോബിൻ ആളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ SRFT എന്നുള്ള FTA എന്നുള്ള അസോസിയേറ്റ് ഡയറക്ടർ FTA എന്നുള്ള ആള്. അപ്പോൾ അത് ആ രണ്ടർത്ഥവും വരട്ടെ. അല്ലാതെ ഇപ്പൊ കണ്ട പോലെ അങ്ങനെ ഞാൻ സിനിമ അങ്ങനെയല്ല കാണുന്നത്. സിനിമയിലെ എനിക്ക് എല്ലാ കഥാപാത്രങ്ങളും സിറ്റുവേഷൻസും ചേർന്നാണ് ഒരു കഥ എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. അല്ലാതെ അതിൽ ഒരാളുടെ ചേർത്ര അങ്ങനെ എനിക്കില്ല അഭിപ്രായം. എന്നാലും എല്ലാവരും ചേർന്ന ആ ഒരു കഥ. പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ഇല്ല, ശരിയാണ്. ഞാൻ പലപ്പോഴും ചെയ്ത നമ്മൾ എല്ലാവരും ചെയ്യുന്ന കഥാപാത്രങ്ങളൊന്നും നമ്മുടെ പോലെ ആവണമെന്നില്ല. എന്തെങ്കിലും ചിലയിടത്ത് ചില സിമിലാരിറ്റി ഉണ്ടാവുള്ളൂ. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വേറെ വേറെ ആൾക്കാരായിട്ട് ഇരിക്കുന്നത്.
എങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ടറാണ്, അതാണല്ലോ പണി. ഒന്ന് തമാശക്ക് പറയാനാണെങ്കിൽ, രണ്ട് തമാശ അല്ലാണ്ട് പറയാനാണെങ്കിൽ പായൽ എനിക്ക് ഈ പറഞ്ഞ നാടകം ചെയ്തു വന്ന ആളായതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം കിട്ടുന്നതാണ്. എനിക്കങ്ങനെ ഭയങ്കര കഴിവല്ല ഉള്ളതിനെ നന്നാക്കി എടുക്കാൻ എനിക്ക് വ്യക്തിപരമായിട്ട് കുറച്ച് സമയം കിട്ടിയാലാണ് എനിക്ക് പറ്റുന്നത്. ഇവിടെ പല ആക്ടേഴ്സും ഭയങ്കര രസമുള്ള ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ജഗതി, അദ്ദേഹത്തിനെ ഒരിക്കൽ ഇതുപോലെ നേരിട്ട് വർക്ക് ചെയ്യുക, അദ്ദേഹമൊക്കെ പെട്ടെന്ന് മാറും. അത് അതൊരു വലിയ ടാലൻ്റാണ്. ചിലപ്പോൾ എനിക്ക് ചില കഥാപാത്രം ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നത് ഉണ്ടായിരിക്കും എന്നല്ലാണ്ട് കൂടുതലിനും എനിക്ക് സമയമുള്ളതാണ് എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ വരണമെങ്കിൽ പായൽ ഞങ്ങൾക്ക് നല്ല സമയവും റിഹേഴ്സലും വർക്ക്ഷോപ്പും ഒക്കെ തന്നിട്ടുണ്ട്. കൂടെയുള്ള കോ ആക്ടേഴ്സ് അവരുടെ കഥാപാത്രത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് അതിനൊക്കെ ഉള്ള സമയം നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കിയാൽ ഇപ്പത് ശരിയായില്ല, എന്ത് ശരിയായില്ല, അതെല്ലാം പായൽ ഷൂട്ട് ചെയ്യും. ചിലത് ശരിയായതുണ്ടെങ്കിൽ പായൽ എനിക്കാണെങ്കിൽ അഭിനയിച്ചത് കാണാൻ ഭയങ്കര ചമ്മലുള്ള ഒരാളാണ് പൊതുവെ. അയ്യോ എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നു എന്ന് എപ്പോഴും തോന്നും. പക്ഷെ പായൽ റിഹേഴ്സലെല്ലാം കാണാൻ പറയും, കണ്ടിട്ട് അത് നോക്കാൻ പറയാം. അപ്പൊ പായലാണ് ആദ്യമായിട്ട് തന്നെ ഞാൻ എല്ലാം മറന്ന് കാണാം എത്തിയത് അങ്ങനെയാണ്. അപ്പൊ കാണിക്കുകയും ഇത് ശരിയാകുന്നില്ല, അപ്പൊ അങ്ങനെ സമയമെടുത്ത് അതിലേക്ക് എത്തിച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ അതിലോട്ട് എത്തുന്നത്. അപ്പോഴും ഞാൻ ചെയ്തത് ഇപ്പൊ ഞാൻ സിനിമ കണ്ടപ്പോൾ പലയിടത്തും എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പൂർണ്ണതയൊന്നും ഇല്ല. ചില സ്ഥലത്ത് ചില സീനിലൊക്കെ ഇവിടെ ഞാൻ എന്തോ ചെയ്തത് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ തോന്നിയതാണ്. പലയിടത്തും പൂർണ്ണതയല്ല. എനിക്ക് കുറെ കൂടെ ദിവ്യ ചെയ്ത് ഞാൻ ശരിക്കും ദിവ്യ പറയുന്നു, ദിവ്യയുടെ ചിലത് ദിവ്യയുടെ കുറച്ചുകൂടെ ചെറുപ്പമാരുടെ സമയത്തുള്ളത് ഓർത്ത് ദിവ്യ ചെയ്തെന്ന് പറയാം. പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ശരിക്കും ദിവ്യയുടെ ഒന്നും ഇല്ലാതെ പോലെ തോന്നി. അതായത് എന്ന് വെച്ചാൽ ഒരാൾ ചെയ്തെടുക്കുന്നതിനുള്ളതാണ്. നമ്മള് സ്വഭാവമായിട്ട് അതിന് സാമ്യം ഉണ്ടെന്നുള്ളതല്ല. ദിവ്യ ശരി അതൊന്നല്ല എന്ന് വെച്ചാൽ ഞാൻ ദിവ്യ കുറവായിട്ട് കാണുന്നില്ല. അപ്പൊ എനിക്ക് ഓരോ മൂഡ് എങ്ങനെയാണ് തല അനക്കുന്നത് എല്ലാം അറിയാം. നമ്മൾ കണ്ട് ശീലം ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ദിവ്യയുടെ എന്ന് വെച്ചാൽ ഇനി വല്ല ഇത്തിരിയൊക്കെ ഉണ്ടോ അതായിരിക്കില്ല, എന്നാലും ഒരു 99.9 പറയാനാണെങ്കിൽ അത്രയും പരമാവധി ദിവ്യയുടെ ഒന്നും ഇല്ലാത്തതാക്കാൻ നല്ലപോലെ ചെയ്തെടുത്തു. എനിക്ക് ആ ഒരു എന്ന് തോന്നി. അത് കണ്ടപ്പോ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് അത്രയും മനസ്സിലായി. കാരണം നമ്മൾ നമ്മുടെ ശരിയാവോ എന്നൊക്കെയാണല്ലോ നിൽക്കുന്നത്. അത്രയും മൈൻഡൊന്നും ചെയ്യാതിരിക്കുകയായിരിക്കും. സിനിമ കണ്ടപ്പോൾ ഞാൻ അയ്യോ അതെനിക്ക് അത്രയും അറിയാവുന്ന ആളായതും കൂടെ അത്രയും ഭയങ്കര സന്തോഷം തോന്നി. എന്നത് എനിക്ക് കുറേയൊക്കെ ഞാൻ കുറേ അത് സിമിലർ സാധനമൊക്കെ തോന്നി. ചെയ്യുന്നതിലുള്ളതാട്ടോ. എൻ്റെ സ്വഭാവമായിട്ട് ശരിക്കും കഥാപാത്രം ബന്ധമില്ല, അത് സത്യമാണ്. അതല്ല ഞാൻ പറയണം, നമ്മൾ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇത് വെച്ചിട്ട്. പക്ഷെ നമ്മൾ റിഹേഴ്സൽ തരികയും നമ്മൾ അഭിനയിക്കാൻ വരുമ്പോഴും നമ്മുടെ പണി എന്ന് പറയുന്നത് നമ്മളൊന്നും അല്ലാത്തത് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചിലത് നമ്മൾ പോലത്തെ ആയിരിക്കും. അതാണല്ലോ. അപ്പൊ അത് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതില് കനിയെ കാണിക്കുന്ന രണ്ടാമത്തെ സീനിൽ, അതായത് ഹോസ്പിറ്റലിലെ ഒരു സീനിൽ ഐ റിയലി ഫെൽറ്റ് ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ. ലൈക്ക് കർട്ടൻ തുറന്നിട്ട് ഒരു പേഷ്യന്റിന്റെ അടുത്തേക്ക് വരുന്നു. ആൻഡ് that patient is actually talking about a delusion she is having. Like അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് അവിടെ ഇരിക്കുന്നു. And camera slowly moves to Kani's face. Like Kani is thinking about something else. Sorry, Prabha is thinking about something else at that point. Prabha is actually thinking about something else, maybe, but that answer is given later, like what she is thinking. And like even when she's like closely hugging that rice cooker, Prabha's thoughts are indirectly expressed. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡയലോഗിലൂടെ ലൈക്ക് റിഫ്ലക്ട് ചെയ്യുന്നതല്ല, ചെറിയ ചെറിയ ന്യൂആൻസസിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് ലൈക്ക് മേ ബി ലൈക്ക് ഡ്രാമയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് ഈ ഒരു ക്യാരക്ടറിന്റെ സൈക്കോളജിക്കൽ ലൈക്ക് സ്റ്റേറ്റിനെ മനസ്സിലാക്കിയിട്ട് ചെയ്യണല്ലോ. അത് എത്രത്തോളം ഒരു സമയം എടുത്തിട്ടുണ്ട്? അതിന്റെ ഒരു പ്രോസസ്സ് എന്തായിരുന്നു കനിയുടെ? ഈ പറഞ്ഞ പോലെ 2-3 ആഴ്ചകളുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പായലൊരു തിയേറ്റർ ശുഭം എന്ന് പറഞ്ഞിട്ടൊരാളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശുഭത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതുപോലെ നാടകം ചെയ്തിട്ടുകൊണ്ട് ഇപ്പം ആള് ചെയ്ത എക്സസൈസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാണ്. നമ്മൾ എല്ലാ സിനിമയിലും ഒന്നും ചെയ്യാനും പറ്റാറില്ല. ശരിക്കും ഒരു ഇപ്പം പറഞ്ഞ പോയിന്റ് വെച്ച് പറയാണ്, നമുക്ക് ഡയലോഗുള്ള സമയത്ത് മാത്രമല്ലോ നമ്മൾ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ അയ്യോ എനിക്കൊരു നാരങ്ങ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പം ഉണ്ടായിരിക്കാം. അല്ലേ, നമ്മളെല്ലാവരും അങ്ങനെ. അല്ലെങ്കിൽ ഇത് കഴിച്ച് വേണമല്ലോ അടുത്ത പോകാൻ. ഇങ്ങനെ ഒരുപാടുണ്ട് സൈക്കോളജിക്കലി അപ്രോച്ച്. അങ്ങനെ ചിലപ്പോൾ വന്നിരിക്കില്ല, എനിക്ക് ഉറങ്ങിയാൽ മതി എന്നായിരിക്കാം, പലതുണ്ടാവാം. അപ്പം നമുക്ക് സിനിമയിൽ അവർക്ക് പലപ്പോഴും നമ്മൾ ഡയലോഗ് കറക്റ്റായിട്ട് പറയും. കാരണം സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇതൊന്നും ചിലപ്പോൾ ആക്ടേഴ്സ്. നല്ല ആക്ടേഴ്സ് സമയം കിട്ടിയില്ലെങ്കിലും അവരതൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ
ഇതില് നമുക്ക് ശുഭം തന്ന ഒരു എക്സസൈസ് പല സീനുകൾക്കും ഡയലോഗ് നമ്മളിങ്ങനെ ഞാനും ദിവ്യയും കൂടെ ഇങ്ങനെ ഡയലോഗ് ഒരു പർട്ടിക്കുലർ സീൻ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ അത് പറയും. പക്ഷെ എൻ്റെ ഡയലോഗ് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുന്ന എല്ലാം പറയണം, ഉറച്ചു പറയണം, മനസ്സിൽ പറഞ്ഞ പോരാ, ഇങ്ങനെ ഉറച്ചു പറയണം. അതൊരു എക്സസൈസ് ആണ്. അപ്പം നമ്മളിങ്ങനെ മിണ്ടിക്കൊണ്ടേയിരിക്കും മുഴുവൻ സ്ഥലം. ഒരു സീനില് 5 മിനിറ്റ് സീനായിരുന്നു. എന്നിട്ട് ജീവ പറയില്ല, ഇപ്പൊ പറയുന്നില്ല, എങ്ങനെ ഒരു സെക്കൻഡ് പറയുന്നത് കാര്യം ഇപ്പൊ പറയുന്നില്ല, ദിവ്യ ഇപ്പൊ പറയുന്നില്ല എന്ന് ശുഭം ഇങ്ങനെ പറഞ്ഞിരിക്കാം. അത് ഇതൊക്കെ ഞാൻ തിയേറ്ററിൽ മുമ്പ് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ്, പുതിയതൊന്നല്ല, എനിക്ക് പുതിയതല്ലായിരുന്നു. പക്ഷെ എപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല. പക്ഷെ പണ്ടേ അത് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആസ് എൻ ആക്ടർ ഞാൻ അത് അല്ലെങ്കിലും ചെയ്യുന്ന ആളാണ്. അതായത് നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴും നമ്മുടെ ചില സമയം നമ്മൾ ബ്ലാങ്ക് ആണ്, മനുഷ്യർ ഒന്നും ആലോചിക്കുന്നില്ല, ചുമ്മാ ഇങ്ങനെ ബ്ലാങ്കും ഉണ്ട്. പക്ഷെ അതെല്ലാം അറിഞ്ഞിട്ടാണ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ കൈ അറിയാണ്ട് ഇരിക്കുന്നതല്ല. അങ്ങനത്തെ പല എക്സർസൈസുകളൊക്കെ ചെയ്തത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ പായൽ അത്രയും ഇൻവോൾവ് തന്നെയാണ് ആസ് എ ഡയറക്ടർ. ഓരോ സീനിൻ്റെ ഓരോ എല്ലാത്തിൻ്റെയും എന്തായിരിക്കും, അപ്പം നമുക്കത് ചോദിക്കാം എല്ലായിരിക്കും. അപ്പം ഈ പർട്ടിക്കുലർ സീനിൻ്റെ പറഞ്ഞാലും ക്യാമറ എപ്പോൾ വരുന്നു ഇല്ലാന്നൊന്നും നമുക്ക് ചിലപ്പോൾ എല്ലാത്തിനും അറിയില്ലായിരിക്കും. അതല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ മൊത്തം സീനിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രഭ ആലോചിക്കുന്നുണ്ടാവാം ഏതായിരിക്കും. ചിലപ്പം ഹസ്ബൻഡൊന്നും ആലോചിക്കണമെന്നില്ല, ഇന്ന് ഇതൊക്കെ ചെയ്തിട്ട് മറ്റേത് ഗ്യാസ് വന്നില്ല, അത് ആലോചിക്കാം, എന്തോ ആവാം. അത് നമ്മൾ ഫില്ല് ചെയ്ത് ഉണ്ടാക്കുന്നു. ഇത് പണ്ട് ഞാൻ 16 വയസ്സിൽ ഒരു നാടകം ചെയ്തപ്പോൾ ദീപൻ ചേട്ടനും ഇതുപോലെ സ്റ്റേജിൽ എൻ്റെ കോ ആക്ടർ ആ ചേച്ചി ആകെ 3 സീനിൽ ഒരു ഇത്തിരി നേരെ വരുന്നുള്ളൂ. നാടകം 2 മണിക്കൂറുണ്ട്, 5-10 മിനിറ്റ് ആളുടെ കഥാപാത്രം 10-15 മിനിറ്റേ ഉള്ളൂ. പക്ഷെ 3 തവണ വരും. ബാക്കി സമയത്തൊക്കെ ബാക്ക് സ്റ്റേജിലാണ് നിൽക്കേണ്ടത്. അപ്പൊ ആളിങ്ങനെ വേറെ ആലോചിച്ചാൽ അല്ലെങ്കിൽ അപ്പരോട് സംസാരിച്ചൊക്കെ ഇരിക്കും. അപ്പൊ ഡയറക്ടർ ഒരിക്കൽ ഇല്ല, അത് അടുക്കളയിൽ ജോലി ചെയ്യണ ഒരു കഥാപാത്രം ചെയ്യണം, അവിടെ ഒരു അടുക്കള ഉണ്ടാക്കി കൊടുത്തു. നീ അവിടെ ഈ മുഴുവൻ സമയം എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ചെയ്യണം. നാടകം എപ്പോ പെർഫോം ചെയ്യുമ്പോഴും ബാക്ക് സ്റ്റേജിൽ വേറൊരു പ്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഞാൻ പറയണ അന്നേ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും ഞാൻ പഠിച്ച സ്കൂൾ അഗെയിൻ സൈക്കോളജിക്കൽ അപ്രോച്ചിന്റെ സ്കൂളല്ല. നാടകം കുറെ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ ബോഡി കൊടുത്തിട്ട് വേറെ തരത്തിൽ ചെയ്യുന്നതാണ്. ഇമ്പൾസീവ് റെസ്പോൺസ് പോലും അല്ല അത്. നമ്മൾ ഇത്രയൊന്നും ചിന്തിച്ചു കൂട്ടിയൊരു ക്യാരക്ടർ ഉണ്ടാക്കുമൊന്നുമല്ല. ജസ്റ്റ് എല്ലാം പഠിച്ചിട്ട് മുഴുവൻ മറന്നിട്ട് ജസ്റ്റ് ബി ദെയർ എന്നുള്ള വേറൊരു സാധനം. അപ്പം ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ ആളാണ്. ഈ ഒരു അപ്രോച്ച് അല്ല എൻ്റെത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ചില ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഈ അപ്രോച്ചാണ് നല്ലത്, ആ അപ്രോച്ചാണ്. അപ്പം നമ്മൾ പല ക്രാഫ്റ്റും പല അപ്രോച്ചും പഠിച്ചു വെച്ചാൽ ഓരോ ഡയറക്ടറിൻ്റെയും ഓരോ സിനിമയുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് നമ്മളെ പാകപ്പെടുത്തിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ്. ഇതിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ സൈക്കോളജി ഇത് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ഇപ്പം അല്ലാണ്ടും ഒക്കെ അങ്ങനെയൊക്കെ മിക്സ്ഡ് ആയിരുന്നു എൻ്റെ. ഞാൻ കൂടുതൽ പറഞ്ഞു വായിക്കാറില്ല, സോറി. ഇതുവരെ വളരെ ശരിയാണ്. ദിവ്യപ്രഭയുടെ ക്യാരക്ടർ ആണെങ്കിൽ അനു എന്ന് പറയുന്നത് നേരത്തെ കണി പറഞ്ഞ പോലെ വളരെ കുട്ടിയാണ്, കുറച്ചുകൂടെ ചെറിയ. ഇപ്പം നമ്മളൊരു പുതിയ സിറ്റിയിൽ പോയിട്ട് അവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇവര് പാർവതി ആണെങ്കിലും പ്രഭയാണെങ്കിലും കുറെ കാലമായിട്ട് അവിടെയുള്ള അതിനോട് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ യു ആർ ന്യൂ ടു ദാറ്റ് പ്ലേസ്, പുതിയ ആളാണ്, പുതിയ ഇതാണ്. സോ യു ആർ എക്സ്പ്ലോറിങ് ഇറ്റ്. ആ ഒരു എന്തൂസിയാസം ആ ക്യാരക്ടർ ഇൻജെക്ട് ചെയ്തിട്ടുണ്ടോ ഉള്ളിലേക്ക്? ഉറപ്പായിട്ടും എല്ലാ സീൻസും നമ്മൾ ചെയ്യുന്നു. ഇപ്പം ഓരോ സീൻസിലും എങ്ങനെയാണെന്നുള്ളത് ഇന്റേണലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. പ്ലസ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, അനു പ്രഭയോട് ബിഹേവ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്, ഷിയാസിനോട് ബിഹേവ് ചെയ്യുന്നത്. നമ്മളൊക്കെ അങ്ങനെയല്ലേ. ഞാൻ ഇപ്പം ഇവിടെ ഇരിക്കുന്നത് വീടാണെങ്കിൽ ഇങ്ങനെയല്ല ഇരിക്കുക. അപ്പം അത്തരത്തിലുള്ള ന്യൂവാൻസസ് ഉറപ്പായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം അത് ഇപ്പം ചില ഫിലിം മേക്കേഴ്സ് അങ്ങനെ സമ്മതിക്കില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളതിൽ. പക്ഷെ പായല് പ്രഭ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ എന്ന് വെച്ചാൽ പൈസയൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ. പക്ഷെ ഷിയാസിന്റെ അടുത്ത് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട്. എന്നാൽ റിസപ്ഷനിലിരിക്കുമ്പോൾ അവിടെ ആരും ഇല്ലാത്തൊരു സമയത്ത് റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പം അത്തരത്തിലുള്ളതെല്ലാം ശ്രദ്ധിച്ച് തന്നെ പായലിന് അത് വേണമായിരുന്നു. അപ്പം അതിലോട്ട് അടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പ്ലസ് കുട്ടിയാണെന്ന് പറഞ്ഞില്ലേ, കുറച്ചും കൂടി ഉറപ്പായിട്ടും അത് നമുക്ക് എന്തായാലും പ്രായം കൂടുന്നതും ആ ഒരു സാധനം കുറച്ചും കൂടെ ഒരു പക്വത ഉറപ്പായിട്ടും വരും, ബോധം ഉണ്ടാകുന്നതനുസരിച്ച്. അപ്പം അതും അതിലോട്ടും ഞാൻ ആലോചിച്ച് നമ്മളത് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് ആ ഒരു മാനറിസം. അതൊക്കെ
പക്ഷെ അപ്പോഴും കുട്ടിത്തൊക്കെ എനിക്കും കുറച്ച് ഉള്ളത് തന്നെയാണ്. പല സമയത്ത് പല സെൽഫുകളുണ്ട്, പല സെൽഫ് ഉണ്ടെന്ന് തോന്നും, നമുക്ക് എല്ലാം ഉണ്ടെന്ന് തോന്നും. പല ഇത് കഴിയുന്നതോടെ നമുക്കെല്ലാം വട്ടാണെന്ന് ഞാൻ പറഞ്ഞ ബിഹേവ് ചെയ്യുന്ന രീതി, ഇരിക്കുന്ന രീതിയൊക്കെ നമുക്ക് പല സ്ഥലത്തും പലതാണല്ലോ. നമുക്ക് കംഫർട്ട് ലെവൽ അനുസരിച്ച് മാറുന്ന ഉദ്ദേശിച്ചത്. അപ്പൊ അത് ക്യാരക്ടറിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടൊക്കെ തോന്നി. എല്ലാത്തിനും അത് കിട്ടില്ലല്ലോ. ഇപ്പൊ ചില സിനിമകളിൽ ഇപ്പൊ പോലീസ് സൈക്കോളജിസ്റ്റ് ഒക്കെ ആകുമ്പം കുറച്ച് ഇങ്ങനെ തന്നെയാണ്, പക്ഷെ അങ്ങനെയല്ലല്ലോ ശരിക്കും. സമ്മതിക്കുന്നില്ല. ഇപ്പം റീസെന്റ് ഞാനൊരു വീഡിയോ കണ്ടു, ഒരു കള്ളു കുടിച്ചിട്ട് ഒരാൾ ഡ്രൈവ് ചെയ്തിട്ട് ഒരു പെണ്ണ് പോലീസ് ഓഫീസർ സംസാരിക്കുന്നത് ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്നു, മാനറിസം, അങ്ങനെ പോലീസാന്ന് പറഞ്ഞ ഇങ്ങനെ മസിൽ പിടിച്ചിട്ടൊന്നും അല്ല. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ടെന്ന് പറയായിരുന്നു. സോറി, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അങ്ങനെ ബോംബെ അങ്ങനെ കാണുന്ന പുതിയ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അതെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകത്തില്ലേ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ തൃശ്ശൂരും കൊല്ലത്തൊക്കെ ആയിട്ടാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകണം. അങ്ങനെയാണ് ഞാൻ കൊച്ചിയാണ് എന്നെ സംബന്ധിച്ചിട്ട് ഒരു സിറ്റി ലൈഫിലോട്ട് ഞാൻ വന്ന ഫസ്റ്റ്. അപ്പം ഞാൻ കൊച്ചിയിൽ വന്ന സമയത്ത് എനിക്ക് കൊച്ചി ഭയങ്കര ന്യൂ സിറ്റിയാണ്. എനിക്ക് സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും, പല നെഗോഷിയേഷനും ചെയ്യേണ്ടി വരും, അത് ഓഫീസ് സ്പേസിലാണെങ്കിലും പല. അപ്പം അത്തരത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ റിലേറ്റബിൾ ആവാം. പക്ഷെ അത് അനുവിൻ്റെ പേഴ്സ്പെക്റ്റീവ് നിന്നും കഥാപരമായി പായൽ പറയുന്ന അനുസരിച്ചിട്ട് അത് ഫോളോ ചെയ്യാനും ഒക്കെ നമ്മൾ കുറച്ച് റിഹേഴ്സൽ ചെയ്തിട്ടും വർക്ക്ഷോപ്പ് ചെയ്തിട്ടൊക്കെയാണ് അതിലോട്ട് അടുപ്പിച്ചത്. മുന്നൊരു ഇന്റർവ്യൂല് പറഞ്ഞു ദിവ്യപ്രഭയ്ക്ക് ഏറ്റവും ഇഷ്ടം ഉറങ്ങാനാണ്. ഫസ്റ്റ് ഷോട്ടിൽ എന്നെ കാണിക്കുന്നത് ഞാൻ പെട്ടെന്ന് രണ്ടാമത് കണ്ടപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. ആദ്യത്തെ ഷോട്ടിന് ട്രെയിനിൽ സിനിമയില് ട്രെയിനിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു ഷോട്ടാണ്. ഇന്റൻഷനൽ, മനഃപൂർവ്വം അങ്ങനെ എനിക്ക് വേറെയും ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ എന്റെ സ്ട്രെസ് അതിനെ കുറിച്ച് പറയണ്ടല്ലേ? അല്ല, ആ സിനിമയിൽ എന്താ ശരിക്കും സംഭവിച്ചത്? If you want to tell the truth. Yes. Yeah. India has an amazing ability to sleep everywhere. She is not bothered. She just sleeps nicely. So even we had been shooting all night. It was a night shift, and it was 4 in the morning that we were shooting that scene. She genuinely went to sleep. Yes, an action sleeping shot. Then I was like, okay, let's take it, and maybe we will use it. I don't know. Then I took it, and she was okay with it, and she was in the costume with the tag, everything, full costume. So that was the actual sleep. She's acting in her sleep also. It's amazing. Staying in character in her dreams. But I felt like because in the first sequence in the film, we don't know they are the characters yet. Yes. They can be anybody we meet in the train. So I felt nice transition. Yeah, like so it's like a little Easter egg that maybe later on people will say, oh, I remember Anu was actually sleeping there. Because I noticed it what in the happened. second watch. Yeah. The train is a very important fact in this movie, but I think more than the objects in the frames, the color pattern is more important. Like the first half of the movie is completely in a blue tone, but when they are going to Ratnagiri, it is shifting to brown tone. Yeah. And it is more relaxed and free frames. We can say that the seal, we can see the soil, we can see, and you're actually exploring in that wide frames. But in the Mumbai, they have very close spaces and they are so stressed out. And that transition is really amazing. How did you plan this? Like you want to make close surface, like places in the first half, Yes. and then people have to be free in the second. What was that planning process? If people who are familiar with Mumbai will know that space is one of the biggest problems, and everything is very small in houses and apartments, and everything is like very congested. So we wanted to keep that quality of Mumbai, and always you will have lot of people there. So when you see some frames in the hospital, you'll always see people at the back because nobody is really isolated in that sense. In cities you can't be isolated. You can be lonely, but you will not be without people. That is why we've kept certain scenes like Prabha is crying in the cinema because there are so many people there, but still that is the moment she is crying.
that's how city life is. You know, you will go in a train, you'll have many people around you, but you're feeling really terrible and you might cry with so many people around, but that's the way it is. So we wanted to keep that kind of feeling. And the Mumbai actually has a lot of blue in it, blue, grey. Like when my DOP and I, Ronabir, we were going around and we were doing a lot of observation. And the city is, especially in the monsoon time, what happens is that there is a blue plastic that gets put on everything. So they put it on, like all the vegetable carts will have it, all the you know, the small like the shanty towns, the slum area, everybody will put it on the roof and you will see everything is blue. But then even the fancy glass buildings, they have no choice because the rain is coming, they will also cover it in blue. So the whole city gets, in fact, one artist has done a photograph series, Tejal, her name is Tejal Pandey. She has done a photo series on blue tarpaulin of Mumbai. So it's also like, you know, that when a building, for example, when it's not even monsoon, when they put a blue fence out like that, you know, asbestos sheet outside, blue color, you know that building is going to be taken down and a new building is going to be made there. So for me, this blue color was very much symbolizing monsoon, a kind of forced equality which doesn't really exist, and then also this transient nature of the city where every building is breaking for a bigger building and somebody to be displaced. So all these connotations, I felt having blue would be important. And the second half of the film is in Ratnagiri, where the soil is laterite, and I think in Kerala people will know that, like that red color soil is very much an identity of Ratnagiri. So we felt to enhance that as much as possible. Okay. Even before the Grand Prix, the movie was highlighted because of that one wallet in your hand. And that wallet was actually reflecting in the movie as well. It is talking about like the exploitations and the survival of people. So our under factors, the Palestine solidarity എന്ന് പറയുന്ന ഒരു ഫാക്ടറും സർവൈവൽ എന്ന് പറയുന്ന ഫാക്ടറും, അതിനെ രണ്ടിനെയും ചേർത്ത് ഇപ്പം ഉണ്ടാകുന്ന ഈ ഒരു ഇത് തരുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ. ഓഫ് കോഴ്സ് അതൊരു സ്പേസ് തന്നിട്ടുണ്ട്, ഒരു വിസിബിലിറ്റി കൂടുതലായിട്ട് വരുന്നുണ്ട് അതിൽ. നോട്ട് ടേക്കിംഗ് ഇറ്റ് ഇൻ എ വെരി നെഗറ്റീവ് വേ, ബട്ട് ഇൻ എ വെരി പോസിറ്റീവ്ലി അതൊരു സ്പേസ് തരും, അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടെ തരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഈ ഒരു ആംഗിളിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ സിനിമയും അത് സംസാരിക്കുന്നു, പക്ഷേ ഈ സിനിമയിൽ പ്രവർത്തിച്ച, അതായത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും പായലാണെങ്കിലും എല്ലാവരും നമ്മളിതെല്ലാം ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ പാലസ്തീൻ ഐക്യദാർഢ്യം തുടങ്ങി നമുക്ക് സെൻസിറ്റീവ് ആണെന്ന് തോന്നുകയും അതിലൊക്കെ രാഷ്ട്രീയ നിലപാടുള്ളവരും അത് സംസാരിക്കുന്നവരും തന്നെയാണ് എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും. അപ്പോൾ സിനിമ അതാണ് സംസാരിക്കുന്നത് പറയുമ്പോൾ അത് രണ്ടും ഒരേ വിഷയമായിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല ആ രീതിയിൽ. പക്ഷെ ഒരു വലിയ ക്യാൻവാസിൽ നമുക്ക് രണ്ടിനും ഒരു സിമിലാരിറ്റി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. നല്ലാണ്ട് മറ്റൊന്ന് തന്നെയാണ്. അതൊരു ഒരു വംശത്തിനെ ഇല്ലാതാക്കുന്ന പോലെയുള്ള, അത് കുറച്ചുകൂടെ വേറെ രീതിയിൽ തീവ്രമായ മറ്റൊരു പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എനിക്കങ്ങനെ രണ്ടിനെ ഒന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ സിനിമയും രാഷ്ട്രീയം സംസാരിക്കുന്നില്ലെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ അത് രണ്ടും ഈ വ്യത്യാസങ്ങൾ തന്നെയാണല്ലോ. എനിക്കത് പലപ്പോഴും ഒന്നാക്കി പറയാൻ തോന്നാറില്ല. അതൊരു ചിലപ്പോൾ നമ്മുടെ ഇപ്പം ഒരാൾ എൻ്റെ അടുത്തൊരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ എൻ്റെയും പ്രശ്നം അതാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുന്ന പോലെ ഞാൻ ഓരോന്നായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ആകെ ഇതിൽ പ്രവർത്തിച്ച് ഇപ്പോൾ ഫ്രഞ്ച് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള അവർക്കും വളരെ ക്ലിയർ ആയിട്ട് പാലസ്തീൻ ഐക്യദാർഢ്യം ഉണ്ടായിരുന്നു. അപ്പം പ്രീമിയറിന് മുമ്പ് അവരും നമ്മളെന്തെങ്കിലും ചെയ്യണമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റിക്കർ തന്നിരുന്നു, വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് റെഡ് കാർപ്പറ്റ് നടക്കുമ്പോൾ. ഞാൻ പിന്നെ അതിന് മുമ്പേ ഇത് ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചുകൊണ്ട് അപ്പം കൂടെ നിക്കിത എന്ന് പറയുന്ന കുട്ടി അത് അവരുടെ ഫോണിലൊക്കെ പക്ഷെ അവർ സിനിമ നടിയൊന്നും അല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അതിന് ആ ഒരു ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ മിക്കവരും അതൊക്കെ ചെയ്ത ആൾക്കാർ തന്നെയായിരുന്നു അന്നും. ഞാൻ പിന്നെ ഇതിനെ അങ്ങനെ കണക്ട് ചെയ്ത് കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയ ബോധമുള്ളവരൊക്കെ തന്നെയാണ് ഇതിലും വർക്ക് ചെയ്ത ആൾക്കാർ. അവർക്ക് അവരുടെ നിലപാടുണ്ട്. ഞാൻ രണ്ട് പ്രശ്നങ്ങളാണ് കാണുന്നത്. അങ്ങനെ എനിക്ക് പറയാനുള്ളത്. I'm not stealing much of your time, so we'll wind it up here and we'll talk about later. Okay, so thank you so much ഇത്രയും സമയത്തിന്, and all the best. November 22nd സിനിമ മലയാളി പ്രേക്ഷകരിലേക്ക് എത്താണ്. ഇതൊരു വലിയ കൊമേഴ്ഷ്യൽ വിജയം കൂടെ ആവട്ടെ. Of course that will bring more light to all we imagine as light. Thank you so much. Thank you so much.